When I was sitting next to Frisia and she handed me the rosary, it reminded me immediately of when I was 19 years old. ഞാൻ ഫ്രേസിയ എന്ന് പറയുന്ന അമ്മയുടെ അടുത്തിരുന്നപ്പോൾ ആ അമ്മ എൻ്റെ കയ്യിൽ കൊന്ത തന്നപ്പോഴൊക്കെ ഞാൻ 19 വയസ്സുണ്ടായിരുന്ന ആ സമയത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. My father had just died, and maybe 6 or 7 months later, Mother Teresa had come to my house to meet my mother. എൻ്റെ അച്ഛൻ മരിച്ച സമയമായിരുന്നു. ആ സമയം ഒരു 5-6 മാസം കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം മദർ തെരേസ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കാണാൻ വന്ന സമയമായിരുന്നു. I had fever, so I was lying down in my bed. I didn't go out of the room. ആ സമയത്ത് എനിക്ക് പനി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ മദർ തെരേസ വന്നപ്പോൾ ഞാൻ കാണാൻ പോയില്ല. ഞാൻ എൻ്റെ റൂമിൽ തന്നെ ബെഡിൽ കിടക്കുകയായിരുന്നു. But she asked to see me, and she came into my room and she sat by my bedside and she put her hand on my head. പക്ഷെ മദർ തെരേസ എനിക്ക് പോയി കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നെ കാണണമെന്ന് പറഞ്ഞ് ആ റൂമിൽ വന്നു. ഞാൻ കിടക്കുകയായിരുന്നു. അമ്മ എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചു. And just like Frisia, she took my hand and she put her rosary in my hand. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ വന്നപ്പോൾ ഫ്രേസിയ എന്ന അമ്മ എൻ്റെ കയ്യിൽ ആ കൊന്ത വെച്ച് തന്നതുപോലെ അന്ന് മദർ തെരേസ എൻ്റെ കൈ പിടിച്ച് മദർ തെരേസയുടെ കയ്യിലിരുന്ന കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നു. And I think she saw that I was suffering because my father had died and I was troubled. And she probably may have realized that maybe I had fever because I was suffering and I was sad. ആ സമയം എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ സമയമായിരുന്നു. അന്ന് മദർ തെരേസയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്, ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് പനി പിടിച്ചതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാവും ഒരു പക്ഷെ ആ കൊന്ത എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. And she said to me, "You come and work with me." അന്ന് മദർ തെരേസ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. So about 5 or 6 years later, after I got married and I had my own home, I went to work with Mother Teresa's sisters in Delhi. വിവാഹം കഴിഞ്ഞ് 5-6 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് സ്വന്തം കുടുംബമൊക്കെ ആയ ശേഷം മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ പോയി. So I started, my job was to teach the little children there some English and some Hindi. എൻ്റെ ആദ്യത്തെ അവിടുത്തെ തൊഴിൽ മദർ തെരേസയുടെ സന്യാസി സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള കൊച്ചു കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ഹിന്ദി പഠിക്കുക എന്നൊക്കെയുള്ള ജോലി ചെയ്താണ് ഞാൻ അവിടെ തുടങ്ങിയത്. This is the first time that I'm talking about this in public, but it has a context. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് നിങ്ങളോട് അത് പറയാൻ ഒരു സാഹചര്യമുണ്ട്. So my job was to teach the children, but on Tuesdays we also cleaned the bathrooms. We washed and mopped the floors. I helped to cook the food sometimes. Sometimes we taught them how to paint. Sometimes we took them for outings. കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ ജോലി. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് പാചകം ചെയ്യേണ്ടി വരും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാചകം ചെയ്യണം, അവിടെയൊക്കെ വൃത്തിയാക്കേണ്ടി വരും. കുട്ടികളെ ചിലപ്പോൾ പെയിന്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് പുറത്തു പോകേണ്ടി വരും. ഇതൊക്കെയാണ് അവിടെ ചെയ്തിരുന്നത്. And by working with them, I began to understand their suffering and their pain and what service means. അവരോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ, മദർ തെരേസയുടെ സന്യാസി സമൂഹത്തോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കഷ്ടപ്പാട് എന്താണ്, ദുഃഖം എന്താണ് എന്ന് മനസ്സിലായി. അതുപോലെ സേവനം എന്താണ് എന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. And how a community can support those who have less, those who are suffering, those who are in trouble. അതുപോലെ അന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു സമൂഹത്തിന് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ, നമ്മളെക്കാൾ കുറച്ചുള്ളവരെ, ബുദ്ധിമുട്ടുള്ളവരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക.